സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവേൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒരു മലയിലേക്ക് പോയി. നമ്മുടെ ജീവജാലങ്ങളെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് സസ്യലതാദികൾ, മറ്റൊന്ന് മൃഗങ്ങൾ, മൂന്നാമത്തേത് മനുഷ്യർ. ദൈവത്തിന് പണ്ടുകാലം മുതൽ ജനങ്ങൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ബലിയർപ്പണം നടത്തിയിരുന്നത് ഈ സസ്യലതാദികളുടെ ഫലങ്ങൾ, അതോടൊപ്പം തന്നെ മൃഗങ്ങൾ എന്നിവയാണ്. അതിൻ്റെ 2 പ്രതീകമാണ് നമ്മൾ ആബേലിൻ്റെയും കായേൻ്റെയും ബലിയർപ്പണത്തിൽ കാണുക. കായൻ കൃഷിക്കാരനായിരുന്നു, അതുകൊണ്ട് കാർഷിക വിഭവങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. ആബേല് അന്നത്തെ ആളുകളെ രീതിയിൽ ആടുകളെ മേയ്ക്കുന്നവൻ, ആ നിലയിൽ ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുന്നു. ദൈവം എന്തുകൊണ്ടാണ് കായൻ്റെ ബലിയിൽ സംപ്രീതനാകാതെ പോയത് എന്ന് വ്യക്തമാക്കുന്നില്ല. എങ്കിലും ആ കാലം മുതൽ മനുഷ്യൻ ഈ 2 വിഭാഗത്തിൽ നിന്നും, അതായത് ധാന്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വിഭവങ്ങളോ ദൈവത്തിന് പഴയ നിയമകാലം മുതൽ തന്നെ ബലിയർപ്പണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന് സ്വീകാര്യമായൊരു ബലി എന്ന നിലയിൽ ആടിനെ ബലിയർപ്പിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഈ ധാന്യങ്ങൾ ബലിയർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈശോയ്ക്ക് മുൻഗോമിയായിട്ട് കാണുന്ന ആളാണ് മെൽക്കിസേദെക്ക്. അതായത് അബ്രഹാം യുദ്ധം ചെയ്യുവാൻ തൻ്റെ സഹോദര പുത്രൻ്റെ രക്ഷപ്പെടുത്തുവാനായിട്ട് പോയ ശേഷം തിരിച്ചു വരുമ്പോൾ സെലേമിൻ്റെ രാജാവായിരുന്ന, അല്ലെങ്കിൽ പിന്നീട് ജെറുസലേം എന്നറിയപ്പെടുന്ന സെലേമിൻ്റെ രാജാവും പുരോഹിതനുമായിരുന്ന മെൽക്കിസേദെക്കിനെ കാണുന്നു. അദ്ദേഹം അവിടെ ബലിയർപ്പണം നടത്തുന്നത് അപ്പവും വീഞ്ഞുമാണ്. അങ്ങനെ അപ്പവും വീഞ്ഞും പെസഹ ആചരണത്തിൻ്റെയും അതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തിലെ ബലിയർപ്പണത്തിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം പറയുമ്പോഴും അത് ദൈവം നിഷേധിക്കുന്നു. കാരണം നരബലി യഹൂദന്മാർക്ക് നിഷിദ്ധമാണ് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ്. കാരണം അന്യ വിജാതീയരായ ആളുകൾ തങ്ങളുടെ മക്കളെയും മനുഷ്യരെയും ഒക്കെ കുരുതി കൊടുത്തിരുന്നുവെങ്കിൽ, ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ദേവീദേവന്മാർക്ക് ബലിയർപ്പിക്കുന്ന രീതി ഉണ്ടെങ്കിൽ യഹൂദന്മാർക്ക് അത് നിഷിദ്ധമാണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ്. അതിന് പകരമാണ് ഇവിടെ അബ്രാഹത്തിന് ഇസ്ഹാക്കിന് പകരമായിട്ട് ഒരു ആടിനെ കൊടുക്കുന്നു. ആട്ടിൻകുട്ടിയല്ല, കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടിയാണ്. 1 വയസ്സ് മാത്രം പ്രായമുള്ള ന്യൂനതകളില്ലാത്ത ഒരു ആട്ടിൻകുട്ടി. എന്നാൽ അബ്രാഹത്തിന് കൊടുക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ആടിനെയാണ്. അങ്ങനെ ആടുകളെയും അതുപോലെ തന്നെ കാളകളെയും പ്രാവുകളെയും ഇങ്ങനെ എല്ലാത്തിനെയും ബലിയർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ധാന്യങ്ങളും വീഞ്ഞും, കാരണം അവർ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഗോതമ്പും അതുപോലെ തന്നെ വീഞ്ഞും, ഇവയെല്ലാം ബലിയർപ്പിച്ചിരുന്നു. പഴയ നിയമത്തിൽ ദൈവം ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടി ഈ 2 കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്, പുളിപ്പില്ലാത്ത അപ്പം. പുളിപ്പ് പാപത്തിന്റെ പ്രതീകമാണ്. അവിടെ പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ തയ്യാറാക്കി കഴിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആടിനെ കൊല്ലണം. 1 വയസ്സ് പ്രായമുള്ള എന്നാൽ കളങ്കമില്ലാത്ത ആടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളപ്പടിയുമേലും മേൽപ്പടിയുമേലും തളിച്ച ശേഷം ആ മൃഗത്തെ കൊന്ന് അതിൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം. അതുകൊണ്ട് അന്നുകാലം മുതൽ പിന്നീട് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ അനുഷ്ഠിച്ചു പോരുന്നതും പെസഹ ആചരണത്തിൽ ജെറുസലേം ദേവാലയത്തിനടുത്ത് പോയി താമസിച്ച് അവിടെ കൊണ്ടുപോയി ആടിനെ ബലിയർപ്പിച്ച് അവിടെ പുരോഹിതൻ അതിൻ്റെ രക്തം ദേവാലയത്തിൻ്റെ ബലിവേദിയിൽ ഒഴുകിക്കളയും. അതിനുശേഷം ആ മൃഗത്തെ അവർ കൊണ്ടുപോയി അവിടെ പാകം ചെയ്ത് അതിനെ ഭക്ഷിച്ച് അതോടൊപ്പം തന്നെ അപ്പവും വീഞ്ഞും ഉൾപ്പെടെയുള്ള മറ്റ് ധാന്യവസ്തുക്കളും അവർ ഭക്ഷണം പാകം ചെയ്ത് തയ്യാറാക്കി കഴിച്ചിരുന്നു. ഇത് ഈ ആചരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അന്ത്യത്താഴവേളയിൽ ഈശോ അവിടെ അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ തിരിശരീര രക്തങ്ങളാക്കി മാറ്റുന്നത്.
അവിടെ ഈശോ തന്റെ ആ ഭക്ഷണ ആചരണത്തിന്റെ ഭാഗമായി എടുത്ത പ്രത്യേകമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് ഈശോ പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് എൻ്റെ ശരീരത്തിന്റെ പ്രതീകമാണ് എന്നല്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു. അതുപോലെ തന്നെ വീഞ്ഞെടുത്തിട്ട് പറയുന്നു, ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അതായത് ഇതൊരു പ്രതീകമല്ല, മറിച്ച് ഇതെന്റെ രക്തമാകുന്നു. അങ്ങനെ പറയുമ്പോൾ അതിന്റെ രൂപവും സാദൃശ്യവും രുചിയും എല്ലാം ഒന്നു തന്നെയാണെങ്കിലും അവയിലെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റം വരുന്നു. അത് ഈശോയുടെ ശരീരമാകുന്നു, ഈശോയുടെ രക്തമാകുന്നു. അത് വിശ്വാസികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഞ്ഞിന്റെ ചുവപ്പ് അത് രക്തത്തിന്റെ പ്രതീകമാണ്. കട്ടളപ്പടിയുമായി കളിക്കുക എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തില് അത് പിന്നീട് ഈശോ അർപ്പിക്കുന്ന ബലിയിലെ കുരിശിലാണ് തന്റെ രക്തം പുരട്ടുന്നത്. അങ്ങനെ ഈ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ രക്തത്തിലുള്ള ഉടമ്പടി ചെയ്തിരുന്നു. അതായത് സീനായ് മലമുകളില് പോയി ദൈവവുമായിട്ട് മോശ സംഭാഷണം നടത്തി തന്റെ നിയമങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി അവിടെ കാളയെ കൊന്ന് അതിന്റെ രക്തം എടുത്തിട്ട് പകുതി ഒരു വെലിവേലിയിൽ തെളിക്കുകയും ബാക്കി പകുതി ജനങ്ങൾ തന്നെ തളിക്കുകയും ചെയ്തു. കാരണം ജനങ്ങൾക്ക് രക്തം കുടിക്കാൻ പാടില്ല. കാരണം രക്തം അത് മൃഗത്തിന്റെ ആണെങ്കിൽ അത് ജീവനാണ്. ആ ജീവൻ നമുക്ക് മറ്റുള്ള ആളുകളുടെ ജീവൻ എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ അതേ സമയത്ത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ ഈ രക്തം കുടിക്കണം, കാരണം ഇത് എൻ്റെ രക്തമാണ്, ഇത് എൻ്റെ ജീവനാണ്. അപ്പൊ നമ്മളിത് കുടിക്കുമ്പോൾ ഈശോയുടെ ജീവൻ നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിൽ ഈശോ കുടികൊള്ളുകയാണ്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. എന്നാൽ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയുടെ തിരുശരീര രക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടാണ്. എന്നാൽ അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് ഒരുക്കത്തോടുകൂടി വേണം ചെയ്യുവാൻ. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുൻപ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. അതിന് പകരമാണ് നമുക്ക് അനുരഞ്ജന കൂദാശ കുമ്പസാരിക്കുന്നതിനുള്ളതായ അവസരം ലഭിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ പാപങ്ങളെ ഉള്ളൂ എന്ന് വരികിൽ നമുക്ക് കുർബാനയുടെ ഭാഗമായിട്ട് തന്നെ അനുരഞ്ജന ശുശ്രൂഷയുണ്ട്. അതാണ് കുർബാനയുടെ ഭാഗത്ത് നമ്മൾ വിശ്വാസികളുടെ മുൻപ് മുട്ടുകുത്തിക്കൊണ്ട്, കാരണം നമ്മൾ പാപത്തിനെ പറ്റി അനുദപിക്കുന്നതിന്റെ പശ്ചാത്തപിക്കുന്നതിന്റെ പാപമോചനം തേടുന്നതിന് പ്രതീകമായിട്ടാണ് നമ്മൾ മുട്ടുകുത്തിക്കൊണ്ട് നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. പല ആളുകളും കുമ്പസാരിക്കാതെയും അല്ലെങ്കിൽ ആൺകുമ്പസാരം മുടക്കിയും പല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടും പ്രത്യേകിച്ച് കോവിഡ് മറ്റു കാരണങ്ങളൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരാതെയും വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴെല്ലാം കുർബാന സ്വീകരിക്കുകയും ആരെയും നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാരെ അറേഞ്ച് ചെയ്താൽ പോലും നമ്മുടെ പല കുഞ്ഞുങ്ങളും കുമ്പസാരിക്കുന്നില്ല. കാരണം അത് മാതാപിതാക്കന്മാരത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, മാതാപിതാക്കന്മാരും കുമ്പസാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അയോഗ്യതയോടുകൂടിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നത്. അതുകൊണ്ട് നമ്മളുടെ അപ്പവും വീഞ്ഞും എടുത്ത് കർത്താവ് തിരുശരീര രക്തങ്ങളാക്കി മാറ്റിയ ശേഷം അവിടെ കൊണ്ട് ബലിയർപ്പണം പൂർത്തിയാകുന്നില്ല. ആ ബലിയർപ്പണം പൂർത്തിയാകുന്നത് ഗാഗുൽത്തായിലെ തന്റെ ബലിയർപ്പണത്തിലൂടെയാണ്. അപ്പൊ യഹൂദ പഞ്ചാംഗം അനുസരിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് ആ ദിവസത്തിന്റെ വൈകുന്നേരം 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രീതിയിൽ അത് 2 ദിവസമാണെങ്കിൽ അന്നത്തെ രീതി അനുസരിച്ച് വ്യാഴാഴ്ച 6 മണി ആയി കഴിഞ്ഞാൽ അവിടെ വെള്ളിയാഴ്ച ആയി കഴിയും. അപ്പോൾ ഈശോ വിശ്വകുർബാന സ്ഥാപിക്കുന്നത് ആ വെള്ളിയാഴ്ച അവരുടെ രീതിക്ക് അനുസരിച്ച് വെള്ളിയാഴ്ചയുടെ തുടക്കത്തിലും ഈശോയുടെ ബലിയർപ്പണം പൂർത്തിയാകുന്നത് അതേ വെള്ളിയാഴ്ച തന്നെ ഗാഗുൽത്തായിൽ ബലിയർപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒരേ ദിവസം തന്നെ ഈശോ അപ്പോൾ വീണ്ടും എടുത്ത് ഇതിന്റെ ശരീരമാണ് ഇതിന്റെ രക്തമാണ് എന്ന് പറഞ്ഞ് അത് വാങ്ങി കഴിക്കുവാൻ കൊടുത്തു. അപ്പൊ ധാന്യങ്ങൾ ബലിയർപ്പിച്ച ശേഷം അത് നിന്ന് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈശോ തന്നെ തന്റെ ബലിവസ്തുവായി മാറിക്കൊണ്ട്, അതായത് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം അപ്പോൾ വീണ്ടും ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹം രാജാവാണ്, പുരോഹിതനാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ രാജാക്കന്മാർക്ക് ചിലപ്പോൾ ദാവീദും അതുപോലെ തന്നെ സോളമനും ഒക്കെ ചിലപ്പോഴൊക്കെ പൗരോഹിത്യ ശുശ്രൂഷ ചെറിയ തോതിൽ ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. അവിടെ ദാവീദിന്റെ വംശത്തിൽ പറഞ്ഞതായ ഈശോയും തന്റെ പൗരോഹിത്യ ശുശ്രൂഷയായിട്ടാണ് തന്റെ ബലിയർപ്പണം ഗാഗുൽത്തായിൽ നടത്തുന്നത്. അവിടെയാണ് അത് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന ശേഷം അത് ബലിയർപ്പണം പൂർത്തിയാകുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിലെയും ജോലി സ്ഥലത്തെയും ഇടവക സമൂഹത്തിലെയും അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ അർഹിക്കുന്നതായ സേവനം ചെയ്യുവാൻ വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ബലിവസ്തുവായി തീരുകയാണ്. അവിടെ ബലിയർപ്പണം പൂർത്തിയാക്കുന്നത് അവിടെയാണ്. അതിന്റെ ശേഷമാണ് നമ്മൾ വീണ്ടും ബലിയർപ്പിക്കുവാനായിട്ട് വീണ്ടും നമ്മൾ ദേവാലയത്തിൽ വരിക.
അവിടെ നമ്മളുടെ ബലിയർപ്പണം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ വീണ്ടും ഗെത്സമനത്തോട്ടത്തിലേക്ക് പോകുന്നു, പിതാവുമായിട്ട് സംഭാഷണം നടത്തുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം സഹനങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വിമോചനത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലുള്ള ഈ ഭക്തി നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. So my dear children, there are some comparison between the Old Testament sacrifices and the New Testament sacrifices. In the Old Testament, God dwelt among the people, like when they were moving around through the desert. Before entering into the temple of Canaan, they had their own tents around the tent of God. So that was a meeting place for the people to meet with God. So also in the New Testament, we have the churches in the middle of our houses. And so we all come together to our church to worship God and to offer sacrifices. And in the temple of Jerusalem or in their tabernacle, they had a holy of holies, then holy place, then places for the people to worship. So also we have different sections for our church. And our sanctuary is our most holy of holies, where we offer the sacrifice. And that is the center for the church. And then there is a curtain separating the holy of holies with the holy place, and then holy place and the people. And so also we have the curtain, and that shows us or reminds us there is a holy place and where God dwells. Then in the Old Testament tabernacle, they had the Ark of the Covenant, and that was kept in the most holy of holies. So also in our holy of holies or in our sanctuary, we have the tabernacle where we keep the body and blood of Jesus Christ, reminding us the presence of Jesus in our midst. And in the Old Testament times, in the holy place there was a table with the 2 rows of bread, 6 and 6, so 12 representing the 12 tribes of Israel, and every Sabbath day the priest was changing it. So also after the Holy Mass, we keep the Holy Eucharist in our tabernacle, reminding us the presence of God in our midst. In the Old Testament times, the unleavened bread, which was the meaning of without sin, the leaven was symbolic of sin. So unleavened bread and the blood of the lamb was posted on the doorpost. And instead, in the New Testament, we have the body and blood of Jesus in the form of bread and wine. And the wine and the bread are a combination of so many seeds or so many grapes. So also it shows the unity, it shows the sacrifice because it is grinded. So also our Holy Eucharist is reminding us of our unity and of our self-sacrifice. So according to our Catholic faith and according to what Jesus established, He said, "This is my body and this is my blood." Jesus did not say, "This is a symbol of my body" or "This is a symbolic of my blood." But He said, "This is my body and this is my blood." And that is why St. Paul reminded us that nobody should receive it without proper preparation, without proper holiness. And so we have to be sure of our belief in the real presence of God. And that is why the Holy Communion is not given to young children until they are educated, they are prepared, and until they have their confession done after baptism. So also, sometimes our youth and when they go to college, they are influenced by Protestant students who will say, "No, it's only a symbol." Because when there was a Protestant revolution, and then they began to refute many of the Christian faith and Catholic faith and the traditions. And so for them it's only a symbol, but for us, according to what Jesus taught, it is a real presence of God. And so we have to approach to receive the Holy Communion with the proper preparation. And if we have mortal sin, we are not supposed to receive communion until we have the confession done. And even if we don't have a mortal sin, still we have to frequently make use of the opportunity for confession so that we can clean our soul. So the Catholic Church in the United States is starting
a celebration of Eucharistic revival starting today for 3 years to remind the people of the real presence of God, and it should not just become a habit, but when you come to the Mass every day, you have to consciously make use of the penitential service and come and receive Jesus as his own body and blood of Jesus Christ. So, just as Jesus washed the feet of the disciples before establishing the Holy Eucharist, let us also wash our souls, making use of the sacrament of reconciliation. And so, as we inaugurate this year for a 3-year celebration of the Eucharistic revival, let us ask God's grace that you always keep up our faith in the real presence of the body and blood of Jesus Christ in the Holy Eucharist, as well as to receive the blessings of God by attending as many Kurbana or Holy Mass in our lives as possible.